സഹോദരീ സഹോദരന്മാർ, കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഒരു കാലത്ത് നിറഞ്ഞു നിന്ന പേരായിരുന്നു അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നത്. ആ കോളേജിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയും പുതിയ കെട്ടിട സമുച്ചയങ്ങളുടെയും ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ സ്മരണാർത്ഥം 1975 ഈ കോളേജ് സ്ഥാപിക്കപ്പെടുന്നത്. അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദ്യമായും പ്രണാമം അർപ്പിക്കട്ടെ. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ കൊയിലാണ്ടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ സാമൂഹിക പുരോഗതിയിൽ കാര്യമായ പങ്കുവഹിക്കുന്ന സ്ഥാപനമായി ഈ കോളേജ് മാറിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞു, കേരളത്തിലുള്ളവർ മാത്രമല്ല, ലക്ഷദ്വീപിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഈ കോളേജിനെ ആശ്രയിക്കുന്നുണ്ട്. നാക് അസസ്മെൻറ്റിൽ ബി ഗ്രേഡ് നേടി മുന്നേറാനും കോളേജിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മുന്നേറാനുമുണ്ട്. അതിനുള്ള എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാർ ലഭ്യമാക്കും എന്നതാണ് ആദ്യമേ തന്നെ അറിയിക്കാനുള്ളത്. ഈ കോളേജിന് സർക്കാർ നൽകുന്ന പിന്തുണയെക്കുറിച്ച് ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2016 മുതൽക്ക് ഇങ്ങോട്ടെടുത്താൽ 34 കോടി രൂപയാണ് കോളേജിൻ്റെ വികസനത്തിനായി ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത്. വനിതാ ഹോസ്റ്റൽ, ജലവിതരണ പദ്ധതി, കോളേജ് ക്യാമ്പസിനുള്ള ചുറ്റുമതിൽ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം, ആംഫി തിയേറ്റർ, സെമിനാർ ഹാൾ, ഓപ്പൺ ജിം എല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ബഹുനില ലൈബ്രറി മന്ദിരത്തിൻ്റെയും ബാസ്കറ്റ്ബോൾ, വോളിബോൾ കോർട്ടുകളുടെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇത്തരം ഇടപെടലുകളുടെ തുടർച്ചയായാണ് ഇന്നിവിടെ പുതിയ അക്കാദമിക് ബ്ലോക്കും വിദ്യാർത്ഥി ഹോസ്റ്റലും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അക്കാദമിക് ബ്ലോക്കിനായി 9 കോടി രൂപ, മെൻസ് ഹോസ്റ്റലിനായി 2 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു. കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കോളേജിന് തുടർന്നും അനുവദിക്കുമെന്നതാണ് അറിയിക്കാനുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ട് മാത്രം നേടാവുന്നതല്ല കോളേജിൻ്റെ സമഗ്രമായ മുന്നേറ്റം. പാഠ്യേതര മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയണം. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സമീപനങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങളുണ്ടാകണം. അത് മനസ്സിൽ വെച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത്തവണത്തെ
സംസ്ഥാന ബജറ്റിൽ 5200 കോടി രൂപ വിവിധ ഇനങ്ങളിലായി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. കിഫ്ബി പദ്ധതി മുഖേന 1944 കോടി രൂപ, അതിൽ 65 പദ്ധതികളാണ് നടപ്പാക്കപ്പെടുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിന് അതിയായ താല്പര്യമാണ് സർക്കാർ കാണിക്കുന്നത്. ഇത് പൊതുവിദ്യാഭ്യാസ രംഗമെടുത്താലും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും സമാനതകളില്ലാത്ത നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിലും കിഫ്ബിയുടെ ഇടപെടൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതാണ്. നമ്മുടെ തലസ്ഥാനത്ത് 50 ഏക്കറിൽ 1000 കോടി രൂപ ചെലവിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയ്ക്ക് ആസ്ഥാന മന്ദിരം ഒരുങ്ങുകയാണ്. കൊച്ചി സർവകലാശാല ശ്രേഷ്ഠ സർവകലാശാല ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. 35 കോടി രൂപ ചെലവിട്ട് വിവിധ ഗവേഷണ ഉപകരണങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ വാങ്ങിയിട്ടുണ്ട്. കേരള സർവകലാശാലയെ മികവിൻ്റെ കേന്ദ്രമാക്കുന്നതിന് 49 കോടി രൂപയാണ് അനുവദിച്ചത്. കോളേജുകളിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സർവകലാശാലകൾ കേന്ദ്രമാക്കി 200 കോടി രൂപ മുതൽ മുടക്കി സ്ഥാപിക്കുന്ന ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾ, ബിരുദ പഠന സമ്പ്രദായത്തെ ഉടച്ചു വാർക്കുന്ന 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, ഇവയെല്ലാം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ശ്രദ്ധേയമായ ചുവടുവെപ്പുകളാണ്. ഗവേഷണ മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിന് മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് തലം മുതൽ ബിരുദാനന്തര പഠനം വരെ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് സംസ്ഥാനത്ത് നൽകി വരുന്നുണ്ട്. പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പും രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന റിസർച്ച് അവാർഡുകളും മറ്റും കേരളത്തിൽ നൽകി വരുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിൻ്റെ ഇടപെടലുകൾ ഫലം കാണുന്നുവെന്നാണ് NIRF റാങ്കിങ്ങിലെ സംസ്ഥാനത്തിൻ്റെ മുന്നേറ്റം തെളിയിക്കുന്നത്. 18 കോളേജുകൾക്ക് A+ ഗ്രേഡ്, 31 കോളേജുകൾക്ക് A+ ഗ്രേഡ്, 53 കോളേജുകൾക്ക് A ഗ്രേഡ് സംസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ട്. NIRF റാങ്കിങ്ങിലെ രാജ്യത്തെ മികച്ച 200 കോളേജുകളിൽ 42 എണ്ണം കേരളത്തിലുള്ളവയാണ്. കൂടുതൽ സ്ഥാപനങ്ങളെ ഈ പട്ടികയിലേക്ക് ഉയർത്തണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റലാണ് ഉന്നമിടുന്നത്. അതിന് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ ഈ കോളേജിനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്തർദേശീയ തലത്തിൽ നിന്നുള്ള പ്രതിഭകളെ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനായി നടപടിയെടുക്കുകയാണ്. ഗുണനിലവാരമുള്ളതും സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതുമായ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ലഭ്യമാകും. വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള കോഴ്സുകൾ പഠിക്കുന്നതിനും ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ ഉറപ്പുവരുത്തുന്ന മികച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനും അത് വഴിയൊരുക്കും. കോളേജ് ക്യാമ്പസുകൾ അതീവ ഗൗരവത്തോടെ
ഏറ്റെടുക്കേണ്ട പ്രവർത്തനമാണ് ലഹരി നിർമ്മാർജ്ജനം. നമ്മുടെ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന രാസലഹരിയുടെ ഉപയോഗം നാടിൻ്റെ ഭാവിയെ തന്നെ അപകടത്തിലാക്കുന്നതാണ്. വിവേകത്തോടെ സമൂഹത്തിൽ ഇടപെടാനുള്ള യുവതയുടെ ശേഷിയെ അത് നശിപ്പിച്ചു കളയും. ലഹരിക്കെതിരെ ബൃഹത്തായ ഒരു ക്യാമ്പയിനാണ് നമ്മുടെ സംസ്ഥാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാകാൻ ഈ കോളേജിൻ്റെ ഭാഗമായുള്ള എല്ലാവരും തയ്യാറാകണം. അധ്യാപക, വിദ്യാർത്ഥി സംഘടനകളും NSS, കോളേജിലെ മറ്റ് വിദ്യാർത്ഥി കൂട്ടായ്മകൾ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ വേണം ലഹരിയെ തുരത്താൻ. ഇതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും സർക്കാർ ഉറപ്പാക്കും. നമ്മുടെ നാടിനെ ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമാക്കി പരിവർത്തിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. യുവതലമുറ ആഗ്രഹിക്കുന്നത് ലോകോത്തര കോഴ്സുകൾ പഠിക്കുന്നതിനും അവയ്ക്കനുസൃതമായ തൊഴിലുകൾ നേടുന്നതിനുമുള്ള അവസരങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണമെന്നാണ്. അതിനുള്ള സൗകര്യങ്ങളും അവസരങ്ങളും സൃഷ്ടിക്കുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമായി തന്നെ സർക്കാർ കാണുകയാണ്. ആ ഉത്തരവാദിത്വ പൂർത്തീകരണത്തിൽ ഈ കോളേജും പങ്കാളിയാകണം എന്നോർപ്പിച്ചുകൊണ്ട് ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയും കെട്ടിട സമുച്ചയത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.